നമസ്കാരം. മുമ്പ് വീഡിയോ ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 10 ആഴ്ച കഴിഞ്ഞു. ഇതിന് മുമ്പുള്ള വീഡിയോസിൽ വിവരങ്ങളെല്ലാം ഞാൻ അപ് ടു ഡേറ്റ് ആയിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാല് 120 ഡിഗ്രിയിൽ കാല് ഉയർത്താൻ പറ്റുന്നുണ്ട്, നടക്കാൻ പറ്റുന്നുണ്ട്, എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെനിക്ക് ജോലികളും കുറേശ്ശൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നിരുന്നാലും എനിക്ക് 2-3 തരത്തിലുള്ള വേദന കാലിലുള്ളത് അത് ഇപ്പോഴും ഉണ്ട് എനിക്ക്. അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടറുടെ കേസിൽ തന്നെ ഇതൊരു ആദ്യത്തെ കേസാണെന്നാണ് പറയണത്. അങ്ങനെ അതിന് എന്താ പേര് പറയണമെന്ന് വെച്ചാൽ CRPS എന്നാണ് അപ്പോൾ ഡോക്ടർ കണ്ടുപിടിച്ചത് അവസാനം. കാരണം ഞാൻ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് ഇതൊക്കെ കാണിച്ചു, റിപ്പോർട്ടൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇതിൽ റുമറ്റോയിഡ് ഇല്ല, വേറെ എന്തൊക്കെയോ നോക്കി ഡോക്ടർ, അതൊന്നും ഇല്ല. അപ്പോൾ അതിൽ CRPS ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വേദന ഇപ്പോഴും ഇങ്ങനെ കഴപ്പും ഈ കുത്തും വേദനയും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. കുറച്ച് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കുറച്ച് മാറ്റം വരുന്നതാണ് പറയുന്നത് ഡോക്ടർ. ഇതിപ്പോൾ കംപ്ലീറ്റ് മാറും, ചിലപ്പോൾ ഒരു 6 months എടുക്കുന്ന പറയണത് കംപ്ലീറ്റ് മാറാനായിട്ട്. അപ്പോൾ അതുവരെ ഇത് ഉണ്ടാവും എന്നാണ് പറയണത്. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എനിക്ക് എപ്പോഴും ഉണ്ട്. ഇരുന്നിട്ട് എണീക്കാനോ നല്ല വേദനയുണ്ട്. ആ സമയത്ത് ഇങ്ങനെ കഴപ്പും കുത്തും വേദനയും എല്ലാം ഉണ്ട്. അല്ല കാലിൻ്റെ പാദം വരെ കഴക്കും. ചിലപ്പോൾ പാദത്തിലായിരിക്കും ചില ടൈമിൽ ഭയങ്കര കഴപ്പ്. അത് ഈ കാലിൽ ഏത് പാർട്ടിലാണ് ഏത് സമയത്താണ് വരണത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. ഏത് സമയത്തും ചിലപ്പോൾ വരും. അപ്പോൾ എനിക്ക് കുറച്ച് സഹിക്കാൻ പറ്റാത്ത ഒരു വിഷമമാണ്. ബാക്കിയെല്ലാം കൊണ്ടും എനിക്ക് ഓപ്പറേഷൻ സക്സസ് ആണ്. ഓപ്പറേഷൻ ചെയ്ത ഭാഗം എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. അവിടെയൊക്കെ എനിക്ക് ഉണങ്ങിയിട്ടുണ്ട്. ഉള്ളിൽ പഴുപ്പൊന്നുമില്ല. ഇതൊക്കെ ക്ലിയറാണ്. പക്ഷെ നീരും വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്ന് പറയുന്നത് ഈ CRPSൻ്റെ അനുബന്ധിച്ചിട്ടുള്ളതാണെന്നാണ് പറയുന്നത് ഡോക്ടർ. അപ്പോൾ അത് ഇനിയിപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് മാറും എന്നാണ് പറയണത്. അപ്പോൾ അതുവരെ ഈ എക്സസൈസും ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ. പക്ഷെ മുമ്പത്തെ പോലെ എക്സസൈസ് 2 നേരം ചെയ്യുന്നില്ല. ഇപ്പോൾ വേദന കാരണം ഡോക്ടർ പറഞ്ഞു ഒരു ടൈം ചെയ്താൽ മതിയെന്ന്. ഇപ്പോൾ ഒരു ടൈമേ ചെയ്യുന്നുള്ളൂ ഈ വേദന കാരണം. അപ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ സഹിക്കാൻ പറ്റാണ്ടുള്ള ഒരു വിഷമം കുറച്ച് ഇത്തിരി ഒരു കുറവുണ്ട്. അപ്പോൾ ഒരു പൊടിക്ക് കുറവുണ്ട് അതങ്ങനെ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കണത് ഡോക്ടർ. അപ്പോൾ ഇപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇപ്പോൾ ഈ വിവരങ്ങളൊക്കെ പറയാൻ എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ വിവരങ്ങൾ. ഇപ്പോൾ ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ഇനി കംപ്ലീറ്റ് മാറിയതിന് ശേഷം ഇനി ഞാൻ വീഡിയോയിൽ വരുന്നുള്ളൂ. എന്തായാലും കംപ്ലീറ്റ് വേദന മാറിയിട്ടേ ഞാൻ വരുള്ളൂ. എന്നിട്ടേ ഞാൻ പറയുള്ളൂ എൻ്റെ കംപ്ലീറ്റ് വേദനയെന്ന്. ഇപ്പോൾ എനിക്ക് ഇപ്പോഴും ട്രാവൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാറിൽ കയറിയാലും ഓട്ടോയിൽ കയറിയാലൊക്കെ കാലിങ്ങനെ മടക്കി വെച്ചിരിക്കുക. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ എനിക്ക് കാഴ്ച തുടങ്ങും. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. കാലം അങ്ങോട്ടും കൂടെ അനക്കാൻ വയ്യാണ്ട് വരുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. അങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യാനും ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ഇരിക്കണ സ്ഥിതികളൊക്കെ. എന്താണ് അപ്പോൾ ഓക്കെ, ശരി. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ വരുമ്പോഴേക്കും എൻ്റെ എല്ലാം ഭേദമായിട്ട്, എല്ലാം കംപ്ലീറ്റ് ഭേദമായിട്ട് ഞാൻ വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു, ബൈ.